ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ടോപ്പ് ഫോം എന്ന സീരീസിൻ്റെ 8ാമത്തെ എപ്പിസോഡാണ്. 7ാമത്തെ എപ്പിസോഡ് റിലീസായ ടൈമിൽ തന്നെ 8ാമത്തെ എപ്പിസോഡും കൂടെ അവർ നമുക്കങ്ങ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് ആക്ച്വലി തെറ്റുപറ്റിപ്പോയിട്ട് അവർ അപ്ലോഡ് ചെയ്തതാണെന്നാണ്. പക്ഷേ അല്ല, അത് ശരിക്കും അവർ അറിഞ്ഞുകൊണ്ട് തന്നെ അപ്ലോഡ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ 8ാമത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് നമ്മൾ ഒരാഴ്ച വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് 8ാമത്തെ എപ്പിസോഡ് നേരത്തെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ എപ്പിസോഡിലേക്ക് കിടക്കാം. എപ്പിസോഡിന് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അഖിലും ജോണിയും പിന്നെ അവർ രണ്ടുപേരും അഭിനയിച്ച ആ ഒരു സ്റ്റേജ് പ്ലേ സീരീസിൻ്റെ ഡയറക്ടറായിട്ടുള്ള ആളും കൂടെ ആയിട്ട് ഒരു ഇൻ്റർവ്യൂ പോലത്തെ ഒരു സ്ഥലത്ത് വന്നിരിക്കുന്നതാണ്. അവിടെ അങ്ങനെ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ആകുമ്പോഴത്തേക്കും ആങ്കർ ഇരുന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അവരങ്ങനെ സംസാരിക്കുന്ന ടൈമിന് ജോണി ആണെങ്കിൽ അവൻ്റെ കൈ അഖിൻ്റെ തോളിലിടുന്നുണ്ട്. ആ ഒരു ടൈമിന് അഖിനാണെങ്കിൽ ആരും കാണാതെ അവൻ കൈയെടുത്ത് മാറ്റാനായിട്ട് ചെറിയ നുള്ളൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഇൻ്റർവ്യൂ ഒക്കെ കഴിയുമ്പോഴത്തേക്കും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒത്തിരി ഫാൻസ് ഇവരെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫാൻസ് ആണെങ്കിൽ അഖിനൊക്കെ വിളിച്ചിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ പോകുന്നുണ്ട്. പിന്നീട് തിരിച്ച് ഇവരാണെങ്കിൽ ഇവരുടെ കമ്പനിയിലേക്ക് എത്താണ്. ആ ഒരു ടൈമിന് അഖിൻ്റെ അടുത്ത് ജോണിയാണെങ്കിൽ എന്തായാലും നമ്മുടെ ഇന്നത്തെ വർക്ക് കഴിഞ്ഞില്ലേ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് എൻജോയ് ചെയ്യാനായിട്ട് പോയാലോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അഖിലാണെങ്കിൽ അവൻ്റെ എൻജോയ് അന്ന് രാത്രി നീ കാണിച്ച പരിപാടിക്ക് ഇതുവരെയായിട്ട് നിനക്കുള്ള പണി ഞാൻ തന്നിട്ടില്ല, അതുകൊണ്ട് വാടച്ച് മര്യാദയ്ക്ക് ഇരിക്കാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ജോണി നീ എനിക്ക് നീ പണിയൊക്കെ തരാൻ പോവാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അഖിൻ അവൻ്റെ കാലിലിട്ടൊരു ചവിട്ട് കൊടുക്കുന്നുണ്ട്. അതേസമയം തന്നെ അഖിന് തോന്നുന്നുണ്ട് അവിടെ ആരോ നിന്നിട്ട് അവൻ്റെ ഫോട്ടോ എടുക്കുന്നുണ്ടെന്ന്. എന്നാൽ അഖിൻ നോക്കുമ്പോൾ മറ്റാരെയും അവിടെ കാണുന്നില്ല. അഖിൻ അങ്ങോട്ട് നോക്കുന്ന കണ്ടിട്ട് ജോണിയും അവിടെ എന്താ ഉള്ളത് എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ അവനും ഒന്നും കാണുന്നില്ല. ആ സമയമാണ് അങ്ങോട്ടേക്ക് ജിന്നും പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ലാസ്റ്റ് ജോണിയുടെ പുറകെ ഫോട്ടോ എടുക്കണമെന്നും പറഞ്ഞിട്ടൊരു പയ്യൻ നടപ്പുണ്ടായിരുന്നല്ലോ, അവനും വരുന്നത്. ആ പയ്യൻ്റെ പേര് നാരു എന്നാണ്. അങ്ങനെ ജിന്നും നാരുവും വരുമ്പോഴത്തേക്കും ജിന്ന് നാരുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. നാരു ജിന്നിൻ്റെ അതേ സെയിം എൻ്റർടൈൻമെൻറ്റ് കമ്പനിയിലുള്ള പയ്യനാണ്. അവനിപ്പോൾ ഇവിടെ ഒരു ഓഡീഷന് വേണ്ടിയിട്ട് വന്നേക്കുന്നതാണ് ഒരു സീരീസിൻ്റെ. അപ്പോൾ അവന് കൂട്ടായിട്ട് വന്നതായിരുന്നു ജിന്ന്. അങ്ങനെ നാരുവിനെ പരിചയപ്പെടുത്തി കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ജിന്നാണെങ്കിൽ ജോണിയുടെ അടുത്ത് നിനക്ക് വേണ്ടിയിട്ട് എൻ്റെ കയ്യിലൊരു സമ്മാനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ജോണിയാണെങ്കിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവ റെക്കോർഡ് ചെയ്ത് വെച്ചതെല്ലാം ഇപ്പോൾ പ്ലേ ചെയ്ത് കേൾപ്പിച്ചു കൊടുക്കുകയാണ്. ആ സമയമാണ് ജോണിക്ക് മനസ്സിലായത് താൻ പറഞ്ഞതെല്ലാം തന്നെ അവൻ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നെന്ന്. പെട്ടെന്ന് തന്നെ ജോണി ഫോൺ താടാന്നുള്ള രീതിയിൽ അവൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നാൽ ജിന്നാണെങ്കിൽ ആ ഫോൺ കൊടുക്കുന്നില്ല. അങ്ങനെ ജോണി അവിടെ നിന്ന് ദേഷ്യത്തിൽ ഇറങ്ങി പോവാണ്. എന്നാൽ നാരു ആണെങ്കിൽ ജോണിന്ന് വിളിച്ചുകൊണ്ട് എൻ്റെ പുറകെ പോകുന്നുണ്ട്. ജോണി എങ്ങോട്ടൊക്കെ പോകുന്നു, നാരു അവൻ്റെ പുറകെ നടക്കുകയാണ്. ഇതേ ടൈമിൽ ജിന്നാണെങ്കിൽ അഖിൻ്റെ അടുത്തേക്ക് വന്നിട്ട് സംസാരിക്കുന്നുണ്ട്. അതേസമയം തന്നെ നാരു ഇട്ടേക്കുന്നത് ഒരു സ്കൂൾ യൂണിഫോം ആയിരുന്നു. അങ്ങനെ ആ ഒരു യൂണിഫോം കൂടെ നമ്മുടെ ജിന്നു അഖിനെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് അവരുടെ സ്കൂൾ ടൈമൊക്കെ ഓർമ്മ വരുന്നുണ്ടെന്ന് പറയാണ്. അതേസമയം തന്നെ ജിന്ന് അഖിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീ മുമ്പ് ഇതുപോലെ ഏതോ ഒരു സീരീസിൽ ഇതേപോലത്തെ ഒരു യൂണിഫോം ഇട്ടിട്ടില്ലേ, അതിൽ നിന്നെ കാണാൻ നല്ല ഭംഗിയായിരുന്നു എന്നൊക്കെ. ആ സമയം അഖിനാണെങ്കിൽ ഓക്കെ നീ എന്താ ഉദ്ദേശിച്ച് വരുന്നത്, ഞാൻ അത് വീണ്ടും ഇടണമെന്നാണോ, നടക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ജിന്ന് അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ജിന്നാണെങ്കിൽ പിന്നീട് നാരുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് നിൻ്റെ ഈ ഇട്ടേക്കുന്ന യൂണിഫോം എനിക്കൊന്ന് തരുമോ ചോദിക്കുകയാണ്. ആ സമയം നാരു എന്തിനാന്ന് ചോദിക്കുമ്പോൾ ജിന്നാണെങ്കിൽ പാവത്തിനെ പോലെ ഇരുന്നിട്ട് നീ അതെനിക്ക് തരത്തില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ജിന്നാണെങ്കിൽ അഖിനെയും കൊണ്ട് ഒരു ക്ലാസ് റൂം പോലുള്ള സ്ഥലത്ത് വരുന്നതാണ്. അങ്ങോട്ടേക്ക് വന്നിട്ട് ജിന്നാണെങ്കിൽ നാരുവിൻ്റെ നിന്ന് വാങ്ങിച്ച ഒരു യൂണിഫോം അഖിന് ഇടാനായിട്ട് കൊടുക്കുന്നുണ്ട്. ആ സമയം അഖിൻ വിചാരിക്കുന്നത് നാരു ഇപ്പോൾ ഓഡീഷൻ ചെയ്ത ആ ഒരു സീരീസ് അതിലെന്ന് പറയുമ്പോഴത്തേക്കും ഇതൊരു സ്കൂൾ കുട്ടികളൊക്കെ വരുന്ന ഒന്ന് തന്നെയാണ്. അപ്പം മേ ബി അതിൻ്റെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് അഖിനും കൂടെ നിൽക്കാനായിട്ട് അവൻ ഇടേണ്ട യൂണിഫോം ആണെന്ന് കരുതിയിട്ട് അവനത് വാങ്ങാൻ നിൽക്കുന്നുണ്ട്. ആ സമയം ജിന്ന് അതിന് വേണ്ടിയിട്ടൊന്നുമല്ല, നീയും ഞാനും മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ, എനിക്ക് നിന്നെ ഈ കോസ്റ്റ്യൂമിലൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഒന്നിടാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം അഖിനാണെങ്കിൽ പറ്റത്തില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ജിന്നാണെങ്കിൽ കുറച്ചൊന്ന് ഇമോഷണൽ ആവുന്ന പോലെ ആയിട്ട് എനിക്ക് വേണ്ട, നിന്നെ ഇതിലൊന്ന് കാണണമെന്ന് ആഗ്രഹം തോന്നി, അതുകൊണ്ടാണ്. കാരണം ഈ യൂണിഫോമൊക്കെ കാണുമ്പോഴത്തേക്കും എനിക്ക് എൻ്റെ സ്കൂൾ ടൈം ഓർമ്മ വരുക. മുമ്പ് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈമിന് എൻ്റെ സ്കൂളിൽ ഒരു ഓഡീഷൻ ചെയ്യാനായിട്ടൊരു ഡയറക്ടർ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ക്ലാസ്സിലുള്ള പല പിള്ളേരും ഓഡീഷന് വേണ്ടിയിട്ട് നിന്നെങ്കിലും ലാസ്റ്റ് അവരെ ആരെ സെലക്ട് ചെയ്യാതെ എന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പി ആയെങ്കിലും എനിക്ക് ആ ടൈമിന് ആക്ടിങ്ങിലൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അത് ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട് ആ ഓഫർ അക്സെപ്റ്റ് ചെയ്തില്ല. പക്ഷേ അതിപ്പോൾ എനിക്കൊരു റിഗ്രറ്റായിട്ട് തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം അഖിനാണെങ്കിൽ എന്തിനാ റിഗ്രറ്റ് ചെയ്യുന്നത്, അതൊക്കെ നീ വിട്ട് കളഞ്ഞേക്ക്, അതൊക്കെ സിമ്പിൾ കാര്യമല്ലേ എന്ന് പറയുന്നുണ്ട്. ആ സമയം ജിന്നാണെങ്കിൽ എന്നാലും ആ സമയത്തെ ഞാൻ മൂവിയിലൊക്കെ വന്നിരുന്നെങ്കിൽ നിന്നെ എനിക്ക് കുറച്ചുകൂടെ നേരത്തെ പരിചയപ്പെടായിരുന്നു. പിന്നെ എനിക്ക് ഈ യൂണിഫോം കാണുമ്പോൾ നിൻ്റെ സ്കൂൾ ലൈഫ് എങ്ങനെയാണെന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെതുപോലെ ആയിരുന്നോ അതോ വ്യത്യാസമായിരുന്നോ, എനിക്കെല്ലാം അറിയണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറയാണ്. ജിന്ന് അത്രയൊക്കെ പറയുന്നതുകൊണ്ട് തന്നെ അഖിനാണെങ്കിൽ എങ്കിൽ ഓക്കെ അവന് വേണ്ടിയിട്ട്
ആ ഒരു ഡ്രസ്സ് അങ്ങ് ഇടാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ജിന്നാണെങ്കിൽ ഹാപ്പിയായിട്ട് നിൽക്കുമ്പോൾ അഖിനാണെങ്കിൽ തിരിഞ്ഞിരിക്കാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ജിന്ന് തിരിയുന്നതും അഖിനാണെങ്കിൽ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ജിന്നാണെങ്കിൽ അഖിനെ നോക്കുമ്പോഴത്തേക്കും അഖിൻ ആ ഡ്രസ്സിൽ കാണുമ്പോൾ അവന് ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ തോന്നുന്നുണ്ട്. ഹാപ്പിനെസ് മാത്രമല്ല ആളുടെ കൺട്രോളും കൂടെ പോകുന്നുണ്ട്. ആ സമയമെല്ലാം അഖിനാണെങ്കിൽ ഞാൻ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നിൽക്കുന്ന കാണുമ്പോഴത്തേക്കും നീ എന്നെ കളിയാക്കി ചിരിക്കുകയൊന്നും ചെയ്യരുത്, മുമ്പത്തെ പോലെയൊന്നുമല്ല ഈ ഡ്രസ്സ് എനിക്കിപ്പോൾ കുറച്ച് ടൈറ്റാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ജിന്നിൻ്റെ മനസ്സിൽ ആ ഒരു ശ്രദ്ധയൊന്നുമില്ല. അഖിനെ തന്നെ ഇങ്ങനെ കൺട്രോൾ പോയിട്ട് ആൾ നോക്കിയിരിക്കുകയാണ്. അതേ ടൈമിന് അഖിനാണെങ്കിൽ കിസ് ചെയ്യാൻ വരുന്ന പോലെ അവനൊന്ന് കളിയാക്കുന്നുമുണ്ട്. എന്നാൽ ജിന്ന് വിടുന്നില്ല. ജിന്ന് അവനെ കിസ് ചെയ്യുന്നുണ്ട്. അവർ ചെറുതായിട്ട് ഇൻറ്റിമേറ്റ് ആവുന്നുമുണ്ട്. ആ സമയം അതെല്ലാം ആരും ഫോട്ടോ എടുക്കുന്നതായിട്ട് അഖിന് തോന്നുന്നുണ്ട്. എന്നാൽ നോക്കുന്ന ടൈമിന് അവിടെ ആരെയും കാണുന്നില്ല. പിന്നീട് അതിനുശേഷം അഖിൻ അവൻ്റെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വരുന്നുണ്ട്. അങ്ങനെ ജിന്നും അഖിനും സംസാരിക്കുന്ന ടൈമിനാണ് അഖിൻ അവൻ്റെ ഫസ്റ്റ് കിസിൻ്റെ കാര്യം പറയുന്നത്. നാരു ഇപ്പോൾ ഓഡീഷൻ ചെയ്ത ആ ഒരു സീരീസ് അത് ആക്ച്വലി മറ്റൊരു സീരീസിൻ്റെ റീമേക്ക് സീരീസാണ്. അതിൻ്റെ ഒറിജിനൽ സീരീസിൽ മുമ്പ് അഭിനയിച്ചിട്ടുള്ളത് അഖിനാണ്. അപ്പോൾ ആ സീരീസായിരുന്നു അവൻ്റെ ഫസ്റ്റ് കിസ്. അപ്പോൾ ആ ഒരു കാര്യമെല്ലാം തന്നെ ജിന്നിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈമിനാണ് ജിന്നിനൊരു കോൾ വരുന്നത്. അത് അത്യാവശ്യമായിട്ടുള്ള കോൾ ആയതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ ഞാൻ ഇത് അറ്റൻഡ് ചെയ്ത് വരാമെന്ന് പറഞ്ഞിട്ട് അവൻ ആ കോൾ അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ആ സമയം തന്നെ ആ ഒരു യൂണിഫോം എല്ലാം അവിടെ കിടക്കുന്നത് അഖിൻ കയ്യിലേക്ക് എടുക്കുകയാണ് കൊടുക്കാനായിട്ട് തിരിച്ച്. ആ ഒരു ടൈമിൽ തന്നെ ആ ഒരു യൂണിഫോമിൽ അറ്റാച്ച് ചെയ്തേക്കുന്ന ഒരു ഗോൾഡ് കളർ സാധനമുണ്ട്. അതിങ്ങനെ എടുത്ത് മാറ്റാനൊക്കെ പറ്റും. അഖിനിപ്പോൾ ഈ ഒരു ഡ്രസ്സ് എടുക്കുന്ന ടൈമിന് ആ ഒരു ഗോൾഡ് കളർ സാധനം ആ കോട്ടിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ അഖിനാണെങ്കിൽ ആ ഡ്രസ്സ് നേരത്തെ ഇട്ടപ്പോഴത്തേക്കും ആ കോട്ടിൽ ആ സംഭവം ഉണ്ടായിരുന്നു. അത് അഖിന് നല്ല ഓർമ്മയുണ്ട്. എന്നാൽ ഇതിപ്പോൾ കാണുന്നില്ല. പക്ഷേ അഖിനത് വലിയ കാര്യമാക്കുന്നില്ല. പിന്നീട് അഖിനാണെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് അവന് ചോക്ലേറ്റ് മിൽക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ അത് കുറേ വാങ്ങുന്നുണ്ട്. ആ ഒരു ടൈമിലാണ് അവൻ്റെ ഒരു ഫാനിനെ അവിടെ വെച്ച് കാണുന്നത്. അങ്ങനെ അയാളാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ബെസ്റ്റ് ആക്ടറിനുള്ള അവാർഡ് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അഖിൻ്റെ സപ്പോർട്ടൊക്കെ കൊടുത്തിട്ട് അവൻ്റെ ഒരു സെൽഫിയൊക്കെ എടുത്തിട്ട് ആൾ പോകുന്നുണ്ട്. ആ ഒരു ടൈമിലാണ് മറ്റൊരു പെങ്കുച്ച് അങ്ങോട്ടേക്ക് വരുന്നത്. ആ പെങ്കുച്ച് വന്നിട്ട് അഖിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് ഫാനാണെന്നൊക്കെ പറഞ്ഞിട്ട്. ആ ഒരു ടൈമിന് അഖിൻ നോക്കുമ്പോൾ ആ ഒരു യൂണിഫോം കോട്ടിൽ നിന്ന് മിസ്സായ ഒരു ഗോൾഡ് കളർ സാധനം ആ ഒരു പെൺകുട്ടിയുടെ ആ ഒരു ഉടുപ്പിലിരിക്കുന്നത് കാണുന്നുണ്ട്. അത് കാണുമ്പോഴത്തേക്കും ഇവൻ എന്തൊക്കെയോ ഡൗട്ട് വരുന്നുണ്ട്. ഈ പെൺകൊച്ചിൻ്റെ സംസാരത്തിലും എന്തോ എവിടെയോ ഉള്ള പന്തികേട് പോലെ, കാരണം ആ രീതിയിലാണ് അവൾ സംസാരിക്കുന്നത്. ആ പെൺകുട്ടി അഖിൻ്റെ അടുത്ത് അഖിൻ ഇന്നത്തെ ദിവസം നീ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നതെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ഇൻ്റർവ്യൂവിന് പോയി എന്ന് പറയുന്നുണ്ട്. ഇൻ്റർവ്യൂ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവനാണെങ്കിൽ ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം അവളാണെങ്കിൽ ഒന്നും ചെയ്തില്ലേ എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് അത് എൻ്റെ പേഴ്സണൽ കാര്യമാണെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം പെൺകൊച്ച് ഞാനാണെങ്കിൽ നിന്നെ എപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം അഖിന് എന്തോ പോലെ തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോഴത്തേക്കും ജിന്നിനെ കോൾ ചെയ്തിട്ട് ജിൻ നമ്മൾ തമ്മിലുള്ള കാര്യം ആരെങ്കിലും അറിയോ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ്. ആ സമയം ജിന്ന് എന്ത് പറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അഖിനാണെങ്കിൽ ഇല്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം അവിടെ നോക്കുമ്പോഴായപ്പോലും ആരും അവിടെ നിന്നതായിട്ട് അവന് തോന്നുന്നുണ്ട്. പിന്നീട് അവനാണെങ്കിൽ വീടിൻ്റെ അകത്തേക്ക് കയറിയിട്ട് കുളിക്കാനായിട്ട് ചെല്ലുന്നുണ്ട്. ആ സമയവും അവിടെ ആരോ ഉള്ളതായിട്ട് ഫീൽ ചെയ്തിട്ട് അവൻ ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ ഇറങ്ങുന്ന ടൈമിന് ആ ഒരു ഗോൾഡ് കളർ സാധനം അവൻ്റെ ബാത്റൂം ഡോറിൻ്റെ ഫ്രണ്ടിലായിട്ട് കിടക്കുന്നത് അവൻ കാണുന്നുണ്ട്. അവനാണെങ്കിൽ അതിങ്ങനെ കയ്യിലേക്ക് എടുക്കുന്നുമുണ്ട്. അടുത്ത ദിവസം ഇതൊക്കെ തന്നെ അവൻ്റെ മനസ്സിലിങ്ങനെ നിൽക്കുകയാണ്. അതായത് ഒരാൾ, അതായത് ആ പെൺകുട്ടി തന്നെ അവനെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അവന് ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ട്. അവനങ്ങനെ ആ ആലോചന നടക്കുമ്പോൾ ഇത് കണ്ടിട്ട് സിന്നാണെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടോ, ഉണ്ടെങ്കിൽ നീ എൻ്റെ അടുത്ത് പറയാനായിട്ട് പറയുന്നുണ്ട്. ആ സമയമാക്കി ഒന്നുമില്ല, അത് പിന്നെ ഞാൻ ഇന്നലെ ഒരു ഫാനിനെ മീറ്റ് ചെയ്തു. അപ്പോൾ ആ ആൾ ഒരുമാതിരി വിയേർഡായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്, അതിങ്ങനെ ആലോചിച്ച് മനസ്സിൽ കിടന്നതാണെന്ന് പറയാണ്. ആ സമയം സിന്നാണെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് തുറന്ന് പറയണം. 5 വർഷം മുമ്പ് ഇതുപോലൊരു ഫാനാണെങ്കിൽ നിൻ്റെ പുറകെ നടന്നിട്ട് നീ എന്തൊക്കെ ചെയ്യുന്നത് നിരീക്ഷിക്കാൻ നിന്ന കാര്യങ്ങളൊന്നും നീ മറന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം അങ്ങനെയാണെങ്കിൽ ഓക്കെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ മുത്തശ്ശിക്ക് ലെറ്റർ അയച്ചതിന് റിപ്ലൈ വന്നു എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം സിന്നാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ലെറ്റർ എഴുതി കളിക്കാതെ നിനക്ക് നിൻ്റെ മുത്തശ്ശിക്ക് ഒരു ഫോൺ വാങ്ങിച്ച് കൊടുത്തിട്ട് അതിൽ കൂടെ നിങ്ങൾക്ക് രണ്ടുപേർക്ക് സംസാരിച്ചുകൂടെ എന്ന് ചോദിക്കുകയാണ്. ആ സമയം അഖിനാണെങ്കിൽ എനിക്ക് താല്പര്യം ഇല്ലാഞ്ഞിട്ടല്ല, മുത്തശ്ശിക്ക് ഫോൺ വേണ്ട, ലെറ്റർ തന്നെ എഴുതിയാൽ മതി എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാനും മുത്തശ്ശി ലെറ്ററിൽ കൂടെ സംസാരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയം സിന്നാണെങ്കിൽ ഓക്കെ എന്തായാലും ഇതുവരെ മുത്തശ്ശിയുടെ റിപ്ലൈ ഒന്നും വന്നിട്ടില്ല എന്നൊക്കെ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ അതും പറഞ്ഞിട്ട് അവർ കമ്പനിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് കഴിഞ്ഞ ദിവസം കണ്ട അതേ പെൺകുട്ടി അങ്ങോട്ടേക്ക് അഖിൻ നീ എന്നെ മറന്നുപോയി, ഓർമ്മയുണ്ടോ, കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ അടുത്തേക്ക് വരുന്നത്. അവൻ്റെ കയ്യിലൊക്കെ പിടിക്കുന്നുണ്ട്. ആ സമയം
സിന്നാണെങ്കിൽ അവളുടെ അടുത്ത് മാറിയിരിക്കാനൊക്കെ പറഞ്ഞിട്ട് അവളുടെ കൈ പിടിച്ച് മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ആ സമയം അവളുടെ കയ്യിലാണെങ്കിൽ ഒരു ലെറ്ററും പിന്നെ വേറൊരു കവറൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അവളാണെങ്കിൽ നിൻ്റെ മുത്തശ്ശിയുടെ റിപ്ലൈ ആണെങ്കിൽ ഇതാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ആ സമയം അഖിനും പിന്നെ സിന്നും വിചാരിക്കുന്നുണ്ട് അഖിൻ്റെ മുത്തശ്ശിയുടെ ആ ഒരു റിപ്ലൈ ആയിട്ടുള്ള ലെറ്റർ ഇവളുടെ കയ്യിൽ എങ്ങനെ വന്നു എന്ന്. അങ്ങനെ പെട്ടെന്ന് തന്നെ സിന്നാണെങ്കിൽ ആ ഒരു ലെറ്ററും പിന്നെ മറ്റൊരു അവളുടെ കയ്യിലുണ്ടായിരുന്ന കവറും വാങ്ങുന്നുണ്ട്. അങ്ങനെ അത് വാങ്ങിച്ചിട്ട് ആ കവർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം അഖിനും ജിന്നും ഇൻറ്റിമേറ്റ് ആയപ്പോൾ ഒരാൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ, അത് ഈ പെൺകുട്ടി തന്നെയായിരുന്നു. അവളെടുത്ത ആ ഫോട്ടോസൊക്കെ ആയിരുന്നു അത് കാണുമ്പോഴത്തേക്കും അഖിനും സിന്നും ഒന്ന് ഷോക്കാവുന്നുണ്ട്. അവരാണെങ്കിൽ പെൺകുട്ടീനെ നോക്കുമ്പോഴത്തേക്കും ആ സമയം കൊണ്ട് അവളവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ സിന്നാണെങ്കിൽ അഖിൻ്റെ അടുത്ത് തിരിച്ച് ഓഫീസിലേക്ക് കയറാൻ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഓഫീസ് റൂമിൽ ജെയ്ഡും പിന്നെ അഖിൻ്റെ മാനേജറും സിന്നും ഒക്കെ ഇരുന്നിട്ട് ഈ കാര്യം ഡിസ്കസ് ചെയ്യുന്നതാണ്. എനിക്ക് തോന്നുന്നു ഇവർക്ക് നേരത്തെ അറിയായിരിക്കും അഖിനും ജിന്നും തമ്മിലുള്ള ആ ഒരു റിലേഷൻ. അതുകൊണ്ട് അവരതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല, പകരം സംസാരിക്കുന്നത് എങ്ങനെ ആ പെൺകുട്ടീനെ നമുക്ക് ഇതിൽ നിന്ന് ഒഴിവാക്കാം. കാരണം എന്തെങ്കിലും കേസിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ ഇവക്ക് വേണേൽ ഈ ഒരു ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത് അഖിനും ജിന്നിനും ബുദ്ധിമുട്ടുണ്ടാക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ശ്രദ്ധിച്ചും കണ്ടും ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ സമയം അഖിനാണെങ്കിൽ സങ്കടമൊക്കെ വന്നിട്ട് ഫുള്ള് വിഷമിച്ച് അങ്ങ് ഷോക്കായിട്ടിരിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ കാര്യം ഇറങ്ങിയിട്ട് ജിന്നു അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ ജിന്നു വരുമ്പോഴത്തേക്കും ജെയ്ഡും സിന്നും ഒക്കെ ഒന്ന് മാറി നിന്ന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ജിന്ന് അഖിൻ്റെ അടുത്ത് വന്നിട്ട് അവനൊന്ന് ഹഗ് ചെയ്ത ശേഷം അവൻ്റെ അടുത്തിരുന്നിട്ട് ഞാനാണെങ്കിൽ ആ ക്ലാസ് റൂമിൽ വെച്ച് നിന്നെ കിസ് ചെയ്യാതിരുന്നെങ്കിൽ ഇങ്ങനൊരു ഫോട്ടോ ഒന്നും വരത്തില്ലായിരുന്നു, ഐ എം സോറി എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം അഖിനാണെങ്കിൽ അതൊന്നും കുഴപ്പമില്ല, ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് ആരും വിചാരിച്ചിട്ടല്ലല്ലോ ഇതൊക്കെ നടന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ജിന്ന് എന്തൊക്കെ വന്നാലും ശരി ഞാൻ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ജിന്നിൻ്റെ കമ്പനിയിൽ ജിന്നിൻ്റെ അസിസ്റ്റൻറ്റും പിന്നെ ജിന്നിൻ്റെ മാനേജറായിട്ടുള്ള ആളൊക്കെ ഇരുന്ന് സംസാരിക്കുകയാണ്. അതായത് ഇതിങ്ങനെ ഒരു പ്രശ്നമൊക്കെ വന്നതുകൊണ്ട് തന്നെ ജിന്നിനുണ്ടായിരുന്ന വർക്ക് അവസാന നിമിഷം വന്നപ്പോഴത്തേക്കും അവൻ ചെയ്യാതേക്ക് മാറിയിരുന്നു. അതുകൊണ്ട് തന്നെ ക്ലയൻറ്റിന് നഷ്ടപരിഹാരമായിട്ട് ഇവരിപ്പോൾ പൈസയൊക്കെ കൊടുക്കേണ്ട സിറ്റുവേഷനാണ്. അതുകൊണ്ട് തന്നെ ജിന്നിപ്പോൾ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു കമ്പനിയുടെ തന്നെ മാനേജർ ജിന്നിൻ്റെ മാനേജറിൻ്റെ അടുത്ത് അവൻ്റെ ഒന്ന് നന്നായിട്ട് നോക്കിക്കോ, അവനാണെങ്കിൽ നിൻ്റെ കീഴിലുള്ള ആക്ടറല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് അഖിനെ കാണിക്കുമ്പോഴായാലും ഇങ്ങനെ ഒരു ഫാനാണെങ്കിൽ ഇവനെ ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു പ്രസ് മീറ്റ് നടക്കുന്നുണ്ട്. അതിൽ അഖിനും അഖിൻ്റെ മാനേജറായിട്ടുള്ള ലേഡിയൊക്കെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ അവരാണെങ്കിൽ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ജിന്നും അഖിനും തമ്മിലുള്ള ഫോട്ടോസൊന്നും അത് പറയുന്നില്ല. ജസ്റ്റ് ഒരു ഫാൻ ഫോളോ ചെയ്തു, അവൻ്റെ പ്രൈവറ്റ് ലൈഫിൽ അവൻ്റെ ഫോട്ടോസൊക്കെ എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അതേ ടൈമിൽ തന്നെ മീഡിയക്കാർ ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത് ജിന്ന് ഇൻവോൾവ് ആണോ, ജിന്നും അഖിനും തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ. ആ സമയം അഖിൻ ഇല്ല അങ്ങനെയൊന്നുമില്ല, ഞാനും അവനും ബ്രദേഴ്സിനെ പോലെയാണെന്ന് പറയുന്നുണ്ട്. അഖിൻ്റെ മാനേജറായപ്പോലും അതെ അവർ രണ്ടുപേരും ഒരേ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവരാണ്, അവർ നല്ല ക്ലോസ് ആണ്, അല്ലാതെ അവർക്കിടയിൽ ഒന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് സോഷ്യൽ മീഡിയയിൽ വലിയ ന്യൂസ് ആവുന്നുണ്ട്. കുറേ പേര് പറയുന്നുണ്ട് ഇവരുടെ എന്തൊക്കെയോ ഉണ്ടെന്ന്, കുറേ പേര് ജസ്റ്റ് ഓക്കെ അവർ ഫ്രണ്ട്സ് ആണെന്നുള്ള രീതിയിൽ, പിന്നെ ഒരുപാട് പേര് അവരുടെ ആ ഒരു ഫേവറേറ്റ് ആക്ടറായിട്ടുള്ള അഖിൻ്റെ പുറകെ നടന്നവനെ ശല്യം ചെയ്ത ആ ഒരു ഫാനിനെ കണ്ടുപിടിക്കാനായിട്ട് പിന്നെ ആ ഒരാളെ അന്വേഷിച്ച് നടപ്പായി. അങ്ങനെ ലാസ്റ്റ് ആ പെങ്കൊച്ചിനെ അവർ കണ്ടുപിടിക്കുന്നുണ്ട്. അവളുടെ ഫോട്ടോ അത്രയും സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. ആ പെങ്കൊച്ചിന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാവുന്നുണ്ട്. ഇതേ ടൈമിന് ആ പെങ്കൊച്ചിനെ കണ്ടുപിടിച്ചിട്ട് ജെയ്ഡും ആ പെങ്കൊച്ചിനെ മീറ്റ് ചെയ്യുകയാണ്. ആ സമയം ആ പെങ്കൊച്ചി നിങ്ങൾക്ക് എന്താ വേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ജെയ്ഡാണെങ്കിൽ അത് പിന്നെ നിൻ്റെ അടുത്തൊരു കാര്യം സംസാരിക്കാനായിട്ട് വന്നതാ, ഒന്നിയിൽ നിൻ്റെ ഫോണിലുള്ള ആ ഫോട്ടോസൊക്കെ നീ ഡിലീറ്റ് ചെയ്ത് കളയും, അതല്ലെങ്കിൽ ഞാനാണെങ്കിൽ കേസുമായിട്ട് മുന്നോട്ട് പോവും, നീ ജയിലിലാവുകയും ചെയ്യും. കാരണം ഒരാളുടെ പ്രൈവറ്റ് ലൈഫിൽ കയറിയിട്ടാണ് നീ ഇടപെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ വേറൊന്നും തിരിഞ്ഞു നോക്കത്തില്ല, നീ തന്നെ ആലോചിക്കുക എന്താ വേണ്ടതെന്ന്. മര്യാദയ്ക്ക് വേണേൽ ഫോട്ടോ ഡിലീറ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അപ്പം തന്നെ അവളാണെങ്കിൽ അവളുടെ ഫോണിൽ ഫോട്ടോസ് ഡിലീറ്റ് ചെയ്തിട്ട് ജെയ്ഡിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫോട്ടോസ് എല്ലാം ഡിലീറ്റ് ആയെന്ന് ഉറപ്പ് വന്ന് കഴിയുമ്പോഴത്തേക്കും ജെയ്ഡ് ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയം തന്നെ അഖിൻ അവളുടെ അടുത്ത് സംസാരിക്കാനായിട്ട് വരാണ്. അങ്ങനെ ജെയ്ഡ് അവിടെ നിന്ന് മാറി നിന്ന് കൊടുക്കുമ്പോൾ അഖിനാണെങ്കിൽ നീ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തത്, നീയാണെങ്കിൽ എൻ്റെ ഫാനാണെന്ന് നീ പറയുന്നു, നീയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നു, അതിനൊക്കെ താങ്ക്സ്, പക്ഷേ നീ എന്തിന് ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം പെൺകുട്ടിയാണെങ്കിൽ അഖിൻ എൻ്റെ ലൈഫിൽ ഏറ്റവും ഹാപ്പിനെസ് തരുന്ന ഒരാൾ, അല്ലെങ്കിൽ എൻ്റെ ലൈഫിലെ ഹാപ്പിനെസ് തരുന്ന ഒരേ ഒരാൾ അത് നീയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും നിന്നെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു, നിനക്ക് ഏത് ഇവൻ്റ് ഉണ്ടെങ്കിലും ഞാൻ വരുമായിരുന്നു, നിൻ്റെ ഫോട്ടോസുള്ള എല്ലാ മാഗസീൻസും ഞാൻ വാങ്ങുമായിരുന്നു, എല്ലാ തരത്തിലും ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. അതേപോലെ തന്നെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം നീ അറിയണമെന്നും എന്നെ മനസ്സിലാക്കണമെന്നും പിന്നെ അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടെന്ന് നീ എപ്പോഴും ഓർത്തിരിക്കണമെന്നും. ഇപ്പോൾ ഞാൻ നിൻ്റെ അടുത്ത് എൻ്റെ ആഗ്രഹം പോലെ തന്നെ സംസാരിക്കുകയാണ്. പക്ഷേ നമ്മൾ തമ്മിൽ ഇപ്പം നടക്കുന്ന ഈ സംസാരം ഞാൻ ആഗ്രഹിച്ച പോലെയല്ല. അതായത് നീ ഇപ്പോൾ എൻ്റെ മുന്നിൽ നിൽക്കുന്നുണ്ട്, പക്ഷേ എനിക്കറിയാമെന്നുള്ള അഖിനല്ല ഇപ്പോൾ എൻ്റെ മുന്നിൽ നിൽക്കുന്നത്. നിങ്ങൾക്ക് ഒരുപക്ഷെ ഞാൻ ചെയ്തതിന് എൻ്റെ അടുത്ത് ക്ഷമിക്കാൻ പറ്റത്തില്ലായിരിക്കും, പക്ഷേ
എനിക്കൊരൊറ്റ കാര്യമേ പറയാനുള്ളൂ, ഞാൻ എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങളെപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുമെന്ന് ആ പെൺകുട്ടി പറയുന്നുണ്ട്. ആ സമയം അഖിലാണെങ്കിൽ എനിക്ക് ഇതിൻ്റെ അടുത്ത് ദേഷ്യമൊന്നുമില്ല, പിന്നെ ഞാൻ കേസും ഫയൽ ചെയ്യുന്നില്ല എന്നൊക്കെ തന്നെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ആ ഒരു ബെസ്റ്റ് ആക്ടർ അവാർഡൊക്കെ അനൗൺസ് ചെയ്യുന്ന ആ ഒരു പ്രോഗ്രാം നടക്കുന്നതാണ്. ആ ഒരു ടൈമിന് ജെയ്ഡൊക്കെ ആണെങ്കിൽ ഒരിടത്ത് മാറി വന്നിരുന്ന് സ്മോക്ക് ചെയ്യുകയാണ്. ആ സമയം ജെയ്ഡിന് അഖിലിനെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതുകൊണ്ട് തന്നെ അഖിൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആ സമയം അഖിൻ അഭിനയിച്ചൊരു സീരീസ് അതിൻ്റെ സിനിമയാക്കുന്ന കാര്യം, ആ സിനിമയിൽ അഖിൻ തന്നെ അതേ റോൾ ചെയ്യണമെന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. അഖിലും സമ്മതിക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ ജെയ്ഡ് മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ആ പെൺകുട്ടിയുടെ ഫോണിലുണ്ടായിരുന്ന ഫോട്ടോസൊക്കെ ഡിലീറ്റ് ആക്കി കളഞ്ഞു, പക്ഷേ തനിക്കൊരു ഡൗട്ടുണ്ട്, ആ ഒരു ഫോട്ടോസ് മറ്റാരുടെയും കയ്യിലുണ്ടാകുമോ എന്ന്. എന്തായാലും ഇതുവരെ അന്വേഷിച്ചിട്ട് തനിക്കത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ നീ ഒന്ന് ശ്രദ്ധിച്ചേക്ക്, കുറച്ച് ദിവസത്തേക്ക് ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും എന്നും പറയുന്നുണ്ട്. അഖിലും ഓക്കെ എന്ന് പറയാണ്. അതിനുശേഷം പിന്നീട് അഖിൽ നേരെ ജിന്നിൻ്റെ അടുത്തേക്ക് പോവാണ്. അതേ ടൈമിൽ ജിന്നാണെങ്കിൽ ടെൻഷനായിട്ട് നിൽക്കുമായിരുന്നു. അവനങ്ങ് പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് കയറിപ്പോയിട്ടില്ല. കാരണം ഈ സമയമാണെങ്കിൽ ബെസ്റ്റ് ആക്ടർ അവാർഡ് അനൗൺസ് ചെയ്യാൻ പോകുന്ന ടൈമായിരുന്നു. ജിന്നിനത് കിട്ടിയില്ലെങ്കിൽ അഖിൻ തന്നെ ബോയ് ഫ്രണ്ട് ആവത്തില്ല. മെയിനായിട്ട് അവന് വേണ്ടത് ഈ അവാർഡ് കിട്ടിയാലേ അഖിന് അവനെ ഇഷ്ടമാണോ ഇല്ലേ എന്നുള്ള കാര്യം, അതായത് ബോയ് ഫ്രണ്ട് ആകുമോ ഇല്ലേ എന്നുള്ള കാര്യം തുറന്നു പറയത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കിട്ടുമോ ഇല്ലെന്നുള്ള ടെൻഷനിൽ അവൻ നിൽക്കുമ്പോൾ അഖിനാണെങ്കിൽ വന്നിട്ട് നിനക്ക് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അവൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ആ ഒരു അവാർഡ് അനൗൺസ് ചെയ്യാൻ പോകുന്നതും അഖിൻ തന്നെയാണ്. അങ്ങനെ അങ്ങോട്ട് ചെന്ന് നിൽക്കുമ്പോഴത്തേക്കും ആർക്കാണ് ആ അവാർഡ് ഉള്ളതെന്നുള്ള പേപ്പറൊക്കെ അഖിന് കിട്ടുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ മറ്റേ ആർക്കും ജിന്നിന് തന്നെയാണ്. അങ്ങനെ അഖിനാണെങ്കിൽ ആ ഒരു അവാർഡ് അനൗൺസ് ചെയ്തിട്ട് ജിന്നിന് പ്രൈസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ജിന്നാണെങ്കിൽ പിന്നീട് ഒരു കുഞ്ഞ് സ്പീച്ച് പറയുന്നുണ്ട്. അതിലെല്ലാവർക്കും താങ്ക്സ് പറയുന്ന കൂട്ടത്തിൽ അഖിനും അവൻ താങ്ക്സ് പറയുന്നുണ്ട്. പിന്നീട് അതിനുശേഷം അഖിനും ജിന്നും വീട്ടിലേക്ക് വന്നിട്ട് ഈ ഒരു അവാർഡ് ഷോ നടക്കുന്നത് ടി വിയിലിരുന്ന് കാണാണ്. ആ ഒരു ടൈമിന് ബെസ്റ്റ് സീരീസിനുള്ള അവാർഡ് മറ്റൊരു കമ്പനിക്കായിരുന്നു കിട്ടുന്നുണ്ടായിരുന്നത്. ആ സമയം അഖിൻ അടുത്ത വർഷം ഞാൻ ആ അവാർഡ് പിടിച്ചെടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ ഡ്രിങ്ക് ചെയ്തും ഫുഡും കഴിച്ചൊക്കെ ഇരിക്കുകയാണ്. ആ സമയം ജിന്നാണെങ്കിൽ അഖിൻ്റെ അടുത്ത് എനിക്കിപ്പോൾ അവാർഡ് കിട്ടിയല്ലോ, ഇനി പറ നിൻ്റെ കൺമുമ്പിൽ ഏറ്റവും സെക്സി ആയിട്ടുള്ള നമ്പർ 1 ആൾ ഞാൻ തന്നെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ജിന്നാണെങ്കിൽ ചോദിക്കുന്ന കേൾക്കുമ്പോൾ അഖിൻ്റെ ചെറുതായിട്ട് നാണമൊക്കെ വരുന്നുണ്ട്. എന്നാലും അഖിനാണെങ്കിൽ ആ തന്നെ എന്നൊക്കെ പറയാണ്. ആ സമയം ജിന്നാനെ കിസ് ചെയ്യുന്നതും അഖിനാണെങ്കിൽ ഇറങ്ങി ഓടുന്നുണ്ട്. എന്നാൽ ജിന്നാനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് വീണ്ടും കിസ് ചെയ്യുകയൊക്കെ ചെയ്യാണ്. അതിനുശേഷം കാണിക്കുന്നത് ഏതോ ഒരാൾക്ക് മറ്റൊരാൾ വന്നിട്ട് ആരും കാണാതെ രഹസ്യമായിട്ട് ഒരു കവർ ഇങ്ങനെ കൈമാറുന്നുണ്ട്. കണ്ടിട്ട് അതിനകത്ത് പെൻഡ്രൈവ് എന്തോ ആണെന്നാണ് ഉള്ളതെന്ന് തോന്നുന്നു. അതെന്തായാലും കറക്റ്റായിട്ട് മനസ്സിലാക്കുന്നില്ല. അങ്ങനെ അതും കൂടെ കാണിച്ചിട്ട് ഈ ഒരു എപ്പിസോഡോടെ എൻഡ് ആവുകയാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ബൈ.